ഗൈസ് നമുക്ക് പിന്നെ അത്യാവശ്യം ഒരു ദേശപുത്രിയുടെ സംസാരം ഒന്ന് കേൾക്കാം. കാരണം കൊയിലാണ്ടി ബേസ് ചെയ്തിട്ടുള്ള അത്യാവശ്യമുള്ളൊരു കക്കൂസാണ് ബസ് സ്റ്റാൻഡ് കക്കൂസ്. ബസ് സ്റ്റാൻഡ് കക്കൂസ് പറയണ കേൾക്കണ്ടേ? നിങ്ങൾക്ക് കേൾക്കാം. ഒരു പെണ്ണാണ് മറ്റൊരു പെണ്ണിന്റെ ശത്രു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇച്ഛാദി ശത്രുക്കളാവുമെന്ന് വിചാരിച്ചിട്ടില്ല. 4 കെട്ടിയ ഒരു തള്ളക്ക് ഇന്റെ കെട്ടിയോ 4 കെട്ടിയതിനകത്ത് 4 പേരുടെ KUN ഇവള് കണ്ടേനു. ഇവളാണ് ആ KUN പിടിച്ച് അങ്ങോട്ട് വെച്ച് തന്നത്. മനസ്സിലായില്ലേ? ഇവക്ക് അതായിരുന്നു പരിപാടി. നിന്റെ ഉമ്മ 4 കെട്ടിയ അത് നീ ഇനി 4 കെട്ടിയ. നീ കെട്ടിയെന്ന് നീ പറയരുത്. നിന്നെ കൊണ്ട് ഇനി കെട്ടല് നടക്കത്തില്ല. നിന്നെ ഏതെങ്കിലും ഒരു താണൊരുത്തൻ കെട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ ഒന്നും പറയലടി. നീ എന്നെ നന്നു വിളിച്ചോ. നീ ഇനി ഒരുത്തനെ കെട്ടുകയാണെങ്കിൽ, നിന്നെ ഇനി ആരെങ്കിലും കെട്ടുകയാണെങ്കിൽ ആ അരുൺ കണ്ണനെ അല്ലാതെ ആരെങ്കിലും നീ ഒന്ന് കെട്ടി ഒന്ന് കാണി. സലീം എന്തായാലും ഇനി കുറെ കാലത്തേക്ക് ഇറങ്ങത്തില്ല. നല്ല കഞ്ചാവിനെ അവനെ പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നീ ഈ തെറിവിളിയും ബഹളവും ഒക്കെ നിർത്തിയിട്ട് നീ അവനെ ഒന്ന് ലൈവിൽ കൊണ്ടുപോവാ. അതിനിപ്പോൾ എന്താ ഇപ്പോൾ ടെക്നോളജി അത്രത്തോളം ഡെവലപ്പായ ഒരു രാജ്യത്തിരുന്നു കൊണ്ടാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഒരു വാട്സപ്പ് കോൾ വിളിക്കാൻ പറ, വീഡിയോ കോൾ ഒക്കത്തില്ലേ? ഇപ്പോൾ നെറ്റ് ഉണ്ടെങ്കിൽ IMO വിളിക്കാൻ പറ്റും. അതിന് നെറ്റ് എടുക്കാനും പറ്റാത്ത തരം ആ പെടൽ പെട്ടത് കൊണ്ടല്ലേ അവനെ കാണിക്കാൻ പറ്റാത്തത്. അല്ലേടി? എടി തെറി വിളിക്കുന്ന തെറിച്ചി നീ അല്ലേടി തെറിച്ചി. നമ്പർ 1 തെറിച്ചി, കൊയിലാണ്ടി തെറിച്ചി, ബസ് സ്റ്റാൻഡ് കക്കൂസ്. ജയിലിടാഞ്ഞിട്ട് അല്ല എന്താ തള്ളേ തെറി തള്ളേ. എടി കക്കൂസേ നിന്റെ എടി കക്കൂസേ, എടി ബസ് സ്റ്റാൻഡ് കക്കൂസേ, എടി കൊയിലാണ്ടി കക്കൂസേ, നിന്റെ മാപ്പിളയെന്ന് പറയുന്ന ഒരുത്തന് ഇല്ലടി. അവൻ ഉണ്ടായിരുന്നു. യപ്പാ പാൻ്റെ നിനക്ക് 2 എണ്ണത്തിനെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നിരിക്കാം ചാൻസ്. കാരണം നീ ഫേസ് കാണിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചുങ്ങളുടെ പിതൃത്ത ആരാണെന്ന് പറയും. ആരാണ് പിതൃത്തം എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങുന്ന അവനെ കാണാൻ പറയും. ഇനി അവനും ആണോ എന്ന് അറിയത്തില്ല, ഉറപ്പില്ല, നമുക്കൊന്നും ഉറപ്പില്ല. DNA കാണിക്കേണ്ടി വരും. ഏതായാലും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരു ജന്തു ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ കടന്ന് വേഴകത്തില്ല. നീ പിന്നെ ബാക്കിയുള്ളവരെ തെറിയുന്നുള്ളടി. നീ കക്കൂസല്ലേടി, നീ പബ്ലിക് കക്കൂസാണ്, പബ്ലിക് ടോയ്ലറ്റ്. ഒരു ഡീറ്റെയിൽ കൊണ്ട് തന്നാല് ഇത്രയും കാലം നിന്റെ മോൻ എന്റെ പുറകെ നടന്ന കാര്യം എനിക്ക് ഡീറ്റെയിൽ കൊണ്ട് തരേണ്ട കാര്യമില്ല. നിന്റെ കെട്ടിയവൻ ജയിലിലാണെന്ന് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ ഒരു കോൾ അവയിലാണെങ്കിൽ നിനക്ക് ഫോട്ടോ ഇടാൻ പേടിയില്ലല്ലോ. നീ ഫോട്ടോ ഇടുന്ന നിനക്ക് അവനെ ഒന്ന് വീഡിയോ കോൾ കാണിക്കാൻ എന്താ ബുദ്ധിമുട്ട്? നിനക്ക് ഈ എങ്ങും പോരാത്ത ഒരു കുരുണനെ എടുത്തു വെച്ച് കാണിക്കാൻ അറിയാമല്ല. നീ അവൻ്റെ ഫോട്ടോ കാണിക്കുന്ന എന്തിന്? നീ അവൻ്റെ ലൈവ് വീഡിയോ കാണില്ല. പോട്ട് ലൈവിലിരുന്നുകൊണ്ട് നീ അവൻ്റെ അടുത്തൊന്ന് സംസാരിക്കുന്ന കാണി. നമ്പരും കൂടെ കാണിക്കണം. അതാ ഇങ്ങനെയാണ് നമ്പർ. അതിൽ 1-2 നമ്പർ നീ പൊത്തി വെച്ചോ. കാരണം ചെവി അടയുന്ന കണക്ക് നാട്ടുകാർ വിളിച്ച് തെറി വിളിക്കും. എന്നാലും നീ അങ്ങനെയൊന്ന് വിളിച്ച് കാണിയിരടി. ഇത് അങ്ങനെയില്ല, അങ്ങനെ ഒരാളില്ല. ഒരു മായാവിയെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചെവിനെ 4 കെട്ടി 40 കെട്ടി. എടി അതെൻ്റെ തണ്ടലിൻ്റെ ബലം ഞാൻ 40 കെട്ടിയെങ്കിൽ നിനക്കെന്ത്? ഞാൻ വന്നിട്ട് എൻ്റെ മച്ച, എൻ്റെ അങ്ങേരിതോ അവിടെയുണ്ട്, എൻ്റെ അങ്ങേര് ഇവിടെയുണ്ട്, ഇങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. ഞാനിതും പറഞ്ഞ് ആരും വെല്ലുവിളിക്കുന്നില്ലല്ലോ. എൻ്റെ അലമാര നിറച്ച് തുണിയാണ്, എനിക്ക് 50 ജട്ടിയുണ്ട്, ഇങ്ങനെ ഞാൻ പറയുന്നില്ലല്ലോടി. ഇതൊക്കെ പറയണ നീയല്ലേ. അപ്പം നീയാണ് മറുപടി പറയേണ്ടത്. നീ എല്ലാവരും വെല്ലുവിളിക്കുന്നല്ല. ഇപ്പം ലസീത അവരുടെ ഭർത്താവിനെ കാണിക്കുന്നുണ്ട്, പ്രിയ അവരുടെ ഭർത്താവിനെ കാണിക്കുന്നുണ്ട്. നീ വെല്ലുവിളിക്കുന്നവരെല്ലാവരും കെട്ടിയോന്മാരെ കൊണ്ടുവന്നു. ഇനി എൻ്റെതാണെങ്കിൽ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടതാണ്, കുഴി കിടക്കുന്ന ആളെ എടുത്തോണ്ടൊന്ന് കാണിക്കാനൊന്നും ഒക്കത്തില്ല. അങ്ങനെ നിനക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിന്നെ പള്ളിക്കുഴി കൊണ്ട് കാണിച്ചു നീ അവിടെ തുഴിതോണ്ടി നോക്കുക, അതിനകത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ എൻ്റെ മോനെ കണ്ട അതുപോലെ തന്നെ ആ സിറ്റീസ് അങ്ങേര് തന്നെയാണത്. അപ്പം നിനക്ക് അങ്ങനെ ഒരു സംഗതി ഇല്ല. ആ സ്പേസ് എംപ്റ്റിയാണ്. അത് പറ നീ. അതങ്ങ് നീ തുറന്ന് പറ. നീ വെല്ലുവിളിച്ചിട്ട് എന്തിനീ? എൻ്റെ കുട്ടിയുടെ അടുത്ത് നീ അല്ലേലും മാപ്പ് ചോദിക്കും. നിന്നെ ഞാൻ മാപ്പ് ചോദിപ്പിച്ചിട്ടേ വിടുള്ളൂ. നീ എൻ്റെ കുട്ടിയുടെ സാഷ്ടാംഗം നമസ്കരിച്ച് അവൻ്റെ കാലി പിടിച്ച് നീ മാപ്പ് ചോദിക്കാതെ നിന്നെ ഞാൻ വെറുതെ വിടൂല. അതിൽ നീ 1% പോലും ചെവീന പിന്നോട്ട് പോകുമെന്ന് വിചാരിക്കുക പോലും വേണ്ട. ഇതുകൊണ്ടുള്ള ലാഭം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-18 പേർക്കെതിരെ നീ കൊടുത്ത കേസുകളൊക്കെ തന്നെ നുണയാണെന്ന് തെളിയാൻ ഇത് മതി. ഇതിപ്പോഴും ഞാൻ പറയുന്നു, ഈ സ്ത്രീ കൊടുത്ത കേസ് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ അവർക്ക് എന്നെ സമീപിക്കാം. കാരണം ഇവർ പറയുന്ന പച്ച നുണയാണ് എന്നുള്ള തെളിയിക്കാൻ എൻ്റെ മകൻ്റെ ഈ ഒരു കേസ് മാത്രം മതി. യാതൊരു തെളിവുമില്ലാതെ എൻ്റെ കുട്ടി അങ്ങനെ ഒരു സംഗതി ചെയ്തിട്ട് പോലുമില്ല. ഇനി ചെയ്താൽ പോലും എനിക്കൊരു പ്രശ്നമില്ല, അവൻ ചെയ്യില്ല. ഇങ്ങനെ ഒരു ഈ കേരളത്തിൽ ഇനി പെണ്ണുങ്ങളില്ലേടെ? എനിക്കറിയാൻ വയ്യ. അയ്യേ എടി, നീ വിചാരിക്കുന്ന നീ കുഞ്ഞാവേന്നാണ് അടി മുതുക്കുപൂറി. ഇത്രയും മുതുക്കിയായ ഒരു മുതുക്കുപൂറി എടി ഇടയ്ക്കിടയ്ക്ക് കുനിഞ്ഞ് നോക്കടി. പുഴുത്ത് അളിഞ്ഞ് എന്നെ കൊണ്ട് ഓരോന്ന് പറയിക്കല്ലേടി. എടി അപ്പം ഏതാണ്ട് ലൂസപ്പം വെച്ചോണ്ടാണ് അടി കൊച്ചു ചേർക്കാനാ നോക്കുക. 27 വയസ്സുള്ളടി. അതിന് 27 വയസ്സുകാരൻ്റെ സമാധാനം തെളിവ് സഹിതം കൊണ്ട് തന്നാല്
നിന്റെ മോനോട് കാലിൽ വീണ് ലേലുവല്ലു അയച്ചുവിടി എന്ന് പറയും. നീ അതല്ലേലും വിളിക്കൂടി, നീ അതല്ലേലും പറയും. 10,000-ോ 20,000-ോ 80,000-ോ 1,00,000-ോ തന്നോട്ടെ. കാരണം എന്റെ ഒരു 17 വയസ്സിൽ ഞാൻ എന്റെ ഭർത്താവിന്റെ അടുത്തെത്തിക്ക് 16 വയസ്സിൽ തന്നെ അത് നമുക്ക് മനസ്സിലായിടേ. 16 വയസ്സിൽ തൊട്ട് നീ തുടങ്ങി കളിയെന്ന് ഞങ്ങൾക്ക് അറിയാം. 16 വയസ്സ് നിന്റെ കളിയുടെ കൂടുതലാണെന്ന് 60 വയസ്സുകാരെ ഒരുത്ത അവിടെ ഇരുന്നുകൊണ്ട് കഥ പറയുന്നുണ്ട്. 16 വയസ്സിൽ നിന്നെ അവൻ കളിച്ചു. ആ കളിച്ചത് കൊണ്ട് നിന്റെ വാപ്പ സാക്ഷി പറഞ്ഞൊരു കേസ് നീ അയാൾക്കെതിരെ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കേസിൽ നീ അവസാനം കോംപ്രമൈസ് ചെയ്ത് 4 ലക്ഷം രൂപ വാങ്ങിച്ച്. ആ കളി ഞങ്ങൾക്കറിയാം. അങ്ങേരാണോ നിന്റെ കെട്ടിയോയി? അയ്യോ അങ്ങേരായിരുന്നാ? അത് 10-60 വയസ്സുള്ളൊരു കോവയാണല്ലോടി. അങ്ങേര് ജീവിതം ആകെ വെറുത്ത് അന്തം വിട്ട് അവിടെ നടക്കുന്നുണ്ട്. അങ്ങേരായിരുന്നാ? അല്ലാണ്ട് നീ ഇവന്റെ തലേ തൂങ്ങിയെന്നൊന്നും പറയണ്ട. 14 വയസ്സിൽ തൊട്ട് തുടങ്ങിയതാണ് നിന്റെ സർക്കസ്. അതൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ. എന്റെ വാപ്പയുടെ കൂടെ നിന്നേക്കാട്ടിൽ അതിന്റെ ഇരട്ടിപ്പ് ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞു. എന്റെ ഉമ്മയും വാപ്പയുടെയും കൂടെ നിന്നതിനേക്കാട്ടിലും ഇരട്ടി വർഷം ഞാൻ എന്റെ ഭർത്താവിന്റെ ഇരട്ടി. പക്ഷെ ഞങ്ങളാരും കണ്ടില്ല. മായാവിയാണ് അയാള്. ആളില്ല. കുഞ്ഞുഞ്ഞേട്ടാ കുഞ്ഞുഞ്ഞേട്ടാ ഇതാണ് ഞങ്ങള് കാണുന്നത്. കുഞ്ഞുഞ്ഞേട്ടാ ഒരു വർഷമെങ്കിലും അധികം എന്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ ജീവിച്ചു. അപ്പം അതെനിക്കും അവർക്കും പ്രൗഡ് തന്നെയാണ്. എടി ചിലപ്പോഴേ നിന്റെ മോനായിരിക്കും നിനക്ക് മെസ്സേജ് അയക്കുന്നത്. എന്റെ മോന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടേ നിന്റെ മോനില്ലേ 15 വയസ്സുകാരൻ ചെറുക്കൻ, അവനായിരിക്കും. കാരണം നിന്റെ കൂടെ ജീവിച്ച സ്ഥിതിക്ക് ആ ചെറുക്കനിക്ക് ഇതൊക്കെ ആയിരിക്കും പരിപാടി. അതുകൊണ്ടല്ലേ നീ ചെറുക്കൻ്റെ ഫോട്ടോ വെളിയിൽ കാണിക്കാത്തത്. നീ ചെറുക്കൻ്റെ മുഖം വെളിയിൽ കാണീര്. എന്നിട്ട് അവൻ്റെ മൊബൈൽ എടുത്ത് വെച്ച് നീ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. തീർച്ചയായിട്ടും നിന്റെ മോനായിരിക്കും നിന്നെ കളിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരിപാടി ചെയ്തു വെക്കുന്നത്. നീ അതൊന്നും കൂടെ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യടി. ഞാൻ കാര്യമായിട്ട് പറയുന്നതാണ്. നീ ക്രോസ് ചെക്ക് ചെയ്ത് നോക്ക്. നിന്റെ മോൻ തന്നെയായിരിക്കും. നിന്റെ ഈ പൊളപ്പും തളപ്പും തുള്ളലും ഒക്കെ കണ്ടപ്പോൾ ചെറുക്കനിക്ക് അങ്ങനെ വല്ലതും തോന്നി കാണും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്? പറയാറുണ്ട്, നീ നിന്റെ ബാപ്പയുടെ കൂടെ ജീവിച്ചേക്കാട്ടിലും കൂടുതൽ പെണ്ണിന്റെ കൂടെ ജീവിച്ചു എന്നുള്ളത്. ജീവിച്ച കാര്യം നീ പറയുന്നത്. ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്തത്. ഇപ്പൊ എനിക്ക് ഓരോരുത്തർ ഭക്ഷണത്തിന് പിന്നെ നീ ആര് മദർ തെരേസയാണോ? നീ നാട്ടുകാർക്ക് പൈസ കൊടുക്കണമെങ്കിൽ നീ ഉണ്ടാക്കി കൊടുക്കണോടി. നീ നാട്ടുകാരുടെ അടുത്ത് പിച്ച എടുത്ത് കൊടുക്കണം. എന്തിന്? നിനക്ക് ആരടി പിച്ച അയച്ചു തരുന്നത്? അല്ലെങ്കിൽ തന്നെ ഒരു പട്ടി അയച്ചത്. നീ ഒരു 2-3 അയച്ചതൊന്ന് കാണിച്ചു തരാമോ? ഒരാൾ ഓർഡറും ചെയ്യുന്നില്ല, ഒരാൾ പൈസയും തരുന്നില്ല, എന്നാലും തള്ളിനൊരു കുറവുമില്ല. ഒരാഥ തള്ള അങ്ങോട്ട് പോടി ബസ് സ്റ്റാൻഡ്. നീ പലതും പുറത്തു വിടും. ഉണ്ടെങ്കിലല്ലേ പുറത്തു വിടൂ. പറയാൻ പറ്റില്ല. കുറച്ച് പ്രായമായ ആളാണ്. അപ്പൊ അത് കേട്ടപ്പോ ഞാൻ എന്റെ ഉമ്മാനെയും വാപ്പാനെയും ഓർത്തുള്ളൂ. അപ്പൊ എനിക്കൊരു മാല തന്നപ്പോഴേക്ക് എന്റെ കെട്ടിയോനെ നീ ജയിലിലാക്കി. എടി ഈ മാല അവനാണ് തന്നതെങ്കിൽ അവൻ അത് ഗൾഫിൽ നിന്ന് അയക്കണം. അവൻ ഇവിടെ പൈസ അയച്ചു കൊടുത്ത് ഏതാ ഒരു നാറി അത് വാങ്ങിച്ച് ഇവന്റെ കയ്യിൽ അത് കൊടുത്തു വിട്ട് ഒരു കോള് വിളിച്ച്, മോളെ ഞാനാണ് നിനക്ക് ഈ സാധനം അയച്ചു തന്നെന്ന് പറയാൻ പോലും പറ്റാത്ത ഒരു പ്രത്യേകതരം സാഹചര്യത്തിൽ പെട്ടുകിടക്കുന്ന നിന്റെ മായാവിയായ ആ സാധാന്റെ മോനെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരുത്തം ഉണ്ടെങ്കിൽ കാണീരടി. അങ്ങനെ ഒരുത്തം ഉണ്ടെങ്കിൽ നീ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചതാ. ഉണ്ടെന്ന് കാണീര് എങ്കിൽ ശരി. ഇല്ലാത്ത ഒരുത്തനെ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് ഇടി ആണൊരുത്തം കൂടെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരുമാരത്തെ വെറുവാക്കൽ കിടന്ന് കവളമടൽ വെട്ടി അടിക്കും. പിന്നെ അവൻ ചിലപ്പോൾ നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നവനായിരിക്കും. അങ്ങനെയാണെങ്കിൽ തല്ലത്തില്ല. അതിൻ്റെ കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള കൊച്ചാമ്പുള്ളവരെയൊക്കെ ഇതേപോലെ ഹണി ട്രാപ്പിൽ പെടുത്തി ഇതേപോലെ മെനക്കെട്ട പരിപാടിയാക്കുക എന്നുള്ളത് നിന്റെ സ്ഥിര പരിപാടിയാണ്. ആ പരിപാടി എൻ്റെ മകൻ്റെ അടുത്ത് നിനക്ക് ചിലവാക്കാൻ നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ചെറുക്കൻ്റെ സുനാ കണ്ട് നീ വെള്ളം ഇറക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. കിട്ടൂലടി. നീ വേറെ ആളെ നോക്കി. എൻ്റെ ചെറുക്കന ഞാൻ പിടിച്ച് കടലിൽ കൊണ്ട് താത്താലും നിന്നെ പോലൊരു നാറി ആദിവാനി ബസ് സ്റ്റാൻഡ് കക്കൂസിനാ ഇതൊന്നും നോക്കാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല. അവളെ കൊതി കണ്ടില്ലേ, അവളെ പൂതി കണ്ടില്ലേ, ചെപ്പീനാക്ക് മരുമോളായിട്ട് വരാം. എടി അതിന് മാത്രം പ്രായമൊന്നും എനിക്കില്ലടി. എന്തിരച്ചി എടി പൂരി, നീ നിന്റെ കണ്ണാടിയിൽ നോക്കടി. മമ്മിക്ക് പറഞ്ഞോളാം നിന്റെ മോഹം എന്തായിരുന്നു. അയ്യോ ഇമ്മാതിരി ഒരു തൊലിഞ്ഞ നാറി. ഇത് എന്തിനു നാണക്കേട് നടത്തി. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് കക്കൂസ് ഇത് തന്നെയാണ്. ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡ് കക്കൂസിനും ചെറുക്കനെ കാണുമ്പോൾ എവിടെ എങ്ങോട്ടായിരിക്കുന്നു. ഇടി പെണ്ണുങ്ങളെ നിങ്ങൾ വല്ല മെഷീനങ്ങനെ വാങ്ങിച്ച് കുത്തിക്കയറ്റ്. ഇത് ചെറുക്കനെ കാണുമ്പോൾ എന്തൊരടി ഇങ്ങനെ ഒലിക്കുന്ന നിനക്കൊക്കെ കഷ്ടം തന്നെ കേട്ടാ. അടി ആ നരന്തനെ കൊണ്ട് പറ്റൂല. നീ അവനെ റീപ്ലേസ് ചെയ്ത് വേറെ ആരെങ്കിലും കയറ്റി. അല്ലാണ്ട് തടി മണ്ണമൊക്കെ ഉള്ള ചെറുക്കനെ കാണുമ്പോൾ എടി അതിനൊക്കെ മാർഗമുണ്ട്. നല്ല വലിയ ക്യാരറ്റ് വല്ലതും കുത്തിക്കയറ്റടി. സൂക്കേട് തീരട്ട്. ചെറുക്കനെ നോക്കിയിട്ടുള്ള വെള്ളം ഉറക്കാം. എടാ കെട്ടിയോന്മാരോട് സ്നേഹമുള്ള ആൾക്കാർ, അല്ല കെട്ടിയോന്മാരോട് സ്നേഹമുള്ള കെട്ടിയോന്മാര് അത് പോയിട്ടാണ്. നാക്ക് പിഴവല്ലടി. കറക്റ്റ് ആണോടി. നാക്ക് കൊള്ളാൻ പറയത്തില്ല. നിന്റെ കെട്ടിയവന്മാർക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ്. 1ഉം 2ഉം അല്ല എന്ന് നീ തന്നെ പറഞ്ഞത് സന്തോഷം. ഈ 4 എന്ന് പറഞ്ഞ നമ്പർ നിനക്കാണല്ലേ? ശരിയായിരിക്കും സ്വാഭാവികം. ഗിഫ്റ്റ് കൊടുക്കും.
നീ ഒരിക്കലും ഒരു വീഡിയോന്റെ താഴെ കമന്റ് ഇട്ടു, ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് റീലാക്കിട്ടപ്പോ ഒക്കെ പഴയതാണെന്ന്. പിന്നെ അല്ലാണ്ട് പുതിയതാ. മോളെ പഴയതാണെങ്കിലേ എനിക്ക് അതെങ്കിലും ഉണ്ടല്ലോ, ഒരു കൊല്ലം മുമ്പ് നാട്ടിൽ വന്ന് പോയിന്റെ തെളിവ് സഹിതം വേണം ഞാൻ ഇതിന്റെ കൂടെ വെക്കാട്ടോ. എടി ഭർത്താവ് മരിച്ചു പോയിനിപ്പോ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ പിന്നെ പിടിച്ചോണ്ട് വരാൻ പറ്റുമോ? മരിച്ചു പോയ മനുഷ്യനെ ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അത് കൊള്ളാം. ഇത് മരിച്ചു പോണ്ടേ മനുഷ്യർക്ക്? നിന്നെ കണക്ക് അവിടെ നിർത്തിക്കൊണ്ട് ഇവിടെ കണ്ടവന്മാരെ അരുണാട്ട് കുറച്ചുകൂടെ അടുത്തിരി അരുണാട്ടാ അടുത്തോട്ടിരി അരുണാട്ടാ മോല നല്ലപോലെ ഒരസോട്ട് അരുണാട്ടാ എന്നാലും ഒരു സുഖമുള്ള അരുണാട്ടാ. എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ അറിഞ്ഞൂടപ്പി. എനിക്ക് അങ്ങനത്തെ താല്പര്യങ്ങളൊന്നുമില്ല. ഞാൻ മോനെ ഇങ്ങനെ കമന്ന് കിടാം, ഞാൻ അങ്ങോട്ട് പുറത്തോട്ട് കിടക്കട്ട്. ഇമാതിരി പരിപാടിക്കൊന്നും ഞാൻ തയ്യാറല്ല, എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു അമ്മേരെ കൂടെ മകനെ കണ്ട ഉടനെ നിങ്ങൾ ലിപ്പിലൊക്കെ അടിക്കുകയാണല്ലേ. നിനക്ക് ഈ ഒരു ചിന്തയേ ഉള്ളൂ. എൻ്റെ പൊന്നുമോളെ, ഇതിന് നമ്മുടെ നാട്ടിൽ പറയണത് കുത്തിക്കഴപ്പെന്നാ. അതിന് നല്ല പരിപാടിയാണ്. കടുക്കാ കഷായം വാങ്ങിച്ച് കഴിച്ചാൽ മതി. കടുക്കാ കഷായം കിട്ടൂടി, അത് വാങ്ങി തിന്ന ഒരു ആശ്വാസം ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതാണ്ടല്ല ഇവിടെ വൈബ്രേറ്റ് വിൽക്കുന്ന ഒരു സാധനമുണ്ട്, ബോട്ടി കെട്ടി. അവളെ വിളിച്ച് ചോദിച്ചാൽ നമ്മൾ വൈബ്രേറ്റർ അയച്ചു തരും. അത് വാങ്ങിച്ച് അത്യാവശ്യം പ്രോഗ്രാം ചെയ്ത് സന്തോഷിക്കാനുള്ള പരിപാടി ആലോചിക്കും. ഫോട്ടോന്റെ സ്ക്രീൻഷോട്ട് ഇടാം. അതിൽ പെണ്ണൊക്കെ അക്ഷരണ്ട്. കഴിഞ്ഞ ജൂലൈയിലാണ് ഇവിടെ പോയത്, ഒരു വർഷമാവുന്നേ. അപ്പൊ നിങ്ങളടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാല്, ഒരു രാത്രി കൊണ്ട് നിന്റെ കെട്ടിയോണങ്ങള് ജയിലാക്കി കളഞ്ഞു. ജയിലിൽ കിടക്കുന്നതല്ല പിന്നെ എന്തെന്ന് പറയണോടി? സുഖമില്ലാത്തതല്ലേ? ആ റോഡുമേൽ ഒരു പാ വിരിച്ചിട്ട് ആടെ കുത്തിരിഞ്ഞാ പോലെ നിനക്ക് ഞമ്മടിക്കാനുള്ളൂ നിന്റെ മക്കളുടെ. ഷെഫീനയുടെ കുടുംബമോ ഷെഫീനയുടെ ഭർത്താവിന്റെ കുടുംബത്തിനോ അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെ കാല് ഞൊണ്ടിയായിട്ട് റോഡിലിരുന്ന് പാവിരിച്ച് പൈസ തണ്ടേണ്ട കാര്യമൊന്നും ഷെഫീനയുടെ കുടുംബത്തിനോ ഇല്ല. എൻ്റെ വാപ്പ ഓട്ടോ ഡ്രൈവർ ആയിരുന്നില്ല, മനസ്സിലായി? അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചത് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്. വളയം പീപ്പിക്കാനല്ല എന്നെ പഠിപ്പിച്ചത്, നല്ലപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്തസ്സായിട്ടൊരു ജോലിയുമുണ്ട്. നിന്നെ കണക്ക് എന്തിനും തുനിഞ്ഞ് ഞാൻ ഇന്ന വരെ ഒരുത്തനിക്കെതിരെയും ഇതുപോലെ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞു കൊണ്ടുപോയി കേസും കൊടുത്തിട്ടില്ലടി. കേസ് പിൻവലിക്കാനായിട്ട് പണവും വാങ്ങിച്ചിട്ടില്ല. അമ്മാതിരി ചെയ്ത അലവലാതി നീ എൻ്റെ കാര്യം അന്വേഷിക്കണ്ട. പിച്ചയെടുത്ത് നാട്ടുകാർക്ക് കൊടുക്കാന്ന് പറഞ്ഞ് ഊമ്പിയത് നീയാണ്. ഷെഫീനക്ക് അങ്ങനത്തെ ഗതികേടൊന്നുമില്ല. ഷെഫീനെ എന്ത് ചെയ്യുന്നതിനൊരു റീസൺ അത് കൃത്യമായി അവതരിപ്പിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിന്നെ പോലെ എന്തും തികഞ്ഞ് നടക്കുന്ന ഒരു അലവലാതിയല്ല. തന്ത ജീവിച്ചിരിപ്പുണ്ട്. തന്ത ഓട്ടോ ഡ്രൈവർ അല്ലേ? ഓട്ടോ ഡ്രൈവർക്ക് കോട്ടോ ഓടിച്ച കൊണച്ച പൈസ കിട്ടത്തില്ലേ? അത് വെച്ചിട്ട് മോക്ക് വല്ല അണ്ണാക്കി തരുന്നതിന് പകരം മോളെ കണ്ടെടുത്ത് വ്യഭിചരിക്കാൻ വിട്ടിരിക്കുന്ന നിന്റെ തന്തയ്ക്ക് വേണം ആദ്യം അടി കൊടുക്കാൻ. പിന്നെ നിന്റെ കെട്ടിയവൻ ഗൾഫിലാണെന്ന് പറയാം. ഗൾഫിലുള്ള ഒരുത്തനാണ് അടി ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്ന. ആറാം പറഞ്ഞോളെ മേത്തച്ചികളുടെ വില കളയുണ്ടായ ശാപം. നടക്കാനുള്ളത് അവിടുന്ന് കിട്ടൂലേ? പിന്നെ എന്തിനാണ് എന്റെ ഭർത്താവിന്റെ മെക്കിട്ട് കയറാൻ വരുന്നത്? നാണുണ്ടോ? എടീ, നീ ഇങ്ങോട്ട് തള്ളി കയറിയിട്ടല്ലേടി അങ്ങോട്ട് കേൾക്കുന്നത്. നിന്റെ അടുത്ത് ഇങ്ങോട്ട് തള്ളി കയറാൻ ആര് പറയണ്? നിനക്ക് നിന്റെ ജോലി നോക്കി അവിടെ കുത്തിയിരുന്നാ പോരെ? എനിക്ക് കെട്ടിയവനുണ്ട്, എനിക്ക് തുണിയുണ്ട്, എനിക്ക് കോണാനുണ്ട്, എനിക്ക് ഡയപ്പറുണ്ട്. നിനക്കൊരു മലരും ഇല്ല. നീ എന്തിരച്ചി ആർക്കും വേണ്ടാതെ ഇവിടെ റോട്ടി കിടക്കുന്ന ഒരു നാറി. നീ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നീ ഇപ്പൊ വീട് അവിടെ കുത്തി കൊടുത്തത് തള്ളയ്ക്കും. നിന്നെ അവിടെ നിന്ന് ഇപ്പൊ അവൻ വന്ന ഉടനെ പിടിച്ച് പുറത്താക്കും. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി നാട്ടിൽ വന്ന ആദ്യം അവൻ ചെയ്ത എന്റെ കവാലത്തിന് അടിയിൽ നിന്ന് നിന്നെ അവിടെ നിന്ന് ഇറക്കും. അതല്ലേ സംഗതി? ആരെടി നീ പറ്റിക്കുന്നത്? എന്റെ മോന് കാമം തീരാതിട്ട് എന്റെ പുറകെ നടന്നിട്ട് അത് ഞാൻ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടല്ലേ. അയ്യോ, ആരിപ്പോ കുണ്ണാവാ ഹുണുവാവാ ഹുണുവടി. അപ്പം തൂങ്ങി വലിഞ്ഞ് മുട്ടിന്റെ അവിടെ എത്തി. ആളുകളെ കൂടെ കേറി വലിഞ്ഞ് തൂങ്ങിയായി. ഇനി അതിനകത്ത് ബാലൻസ് ഒന്നും ഇല്ല. എതളൊക്കെ ഇങ്ങ വന്ന് മുട്ടിൽ പെടുന്നു. അമ്മാതിരി തൂങ്ങി വലിഞ്ഞ് മുതുക്കിക്ക് ഇപ്പോഴും കൊച്ചു ചെറുക്കനെ കണ്ടപ്പോഴത്തേക്ക് എന്താ തോന്നുന്നു പോലും. നിനക്കങ്ങനെ പലതും തോന്നും. പ്രായം അങ്ങനെയൊക്കെ ആയിരിക്കും. ഇടി മുതുക്കായി കഴിഞ്ഞാൽ ചരക്കാരും എടുക്കൂല. അതിനിങ്ങനെ ഇരുന്നോണ്ട് കാമം കരഞ്ഞു തീർക്കരുത്. ചെറുക്കനെ കാണുമ്പോൾ എന്തെന്ന് തോന്നടി? അത് പിന്നെ സ്വാഭാവികം. ഞാൻ അവൻ്റെ അടുത്ത് തന്നെ സിബ്ലൈനി കയറല്ലേ ചെറുക്ക എന്ന് അതിനകത്ത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നല്ലേ സൂന. അയ്യോ, കണ്ട ഉടനെ അങ്ങ് നാക്കി വെള്ളം ഊറി. ഈച്ചി വലിക്കാൻ ഇക്കിച്ചുള്ളികളെ കൊണ്ട് കിടന്ന കാര്യമില്ലടി. നല്ല ആരോഗ്യമുള്ളവന്മാരെ കണ്ടെത്തണം. വയസ്സാങ്കാലത്തിലെ കളവൻ്റെത് പോയി അടിച്ചു പൊക്കി കുത്തിക്കയറ്റാൻ നോക്കിയതിനകത്തുള്ള പ്രശ്നമാണിത്. കണ്ട അത്തിരി ആരോഗ്യമുള്ളവന്മാരെ നോക്കണം. എൻ്റെ ചെറുക്കനെ കണ്ടിട്ടുള്ള കുതിപ്പ് കിട്ടൂലടി, നടക്കൂലടി. അത് നടക്കത്തില്ല. എനിക്ക് എയ്ഡ്സിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊന്നും വയ്യ. നിനക്ക് എയ്ഡ്സ് അല്ലേ? എന്നോട് ഇത്ര ദേഷ്യായി. നീ എന്റെ ഭർത്താവിനെ എന്നെയും തെറ്റിക്കാൻ നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കും നാട്ടുകാർക്കും നന്നായിട്ട് അറിയാം. കാരണം നിന്റെ മോന എന്റെ തലയെ കെട്ടിവെക്കാന് എനിക്ക് എന്നത്തിനാടി ആ ഇതുപോലത്തെ
ഞങ്ങളുടെയൊക്കെ നാട്ടില് വെള്ളം എടുത്ത് വെക്കുന്ന ഇതിന് ടാങ്ക് എന്ന് പറയും. നമ്മള് കലക്കി കുടിക്കുന്ന ടാങ്ക് അല്ല, അതേപോലത്തെ ഒരു ടാങ്ക് പോലത്തെ തന്നെ എന്തെങ്കിലും ഒരു ആൺകുട്ടിയാണ് പേരിന് മീശെങ്കിലും വേണം. അതുപോലും ഇല്ല. പക്ഷെ നമുക്ക് കാണുമ്പോഴത്തെ അവന്റെ കേയുവിനെ കാണുമ്പോ ഒലിക്കും. നമുക്കിങ്ങനെ ഒലിച്ചോണ്ടിരിക്കും. എങ്ങനെയും അതിനെ ഒന്ന് കിട്ടിയാൽ മതി. ഉടക്കാക്കി ഇങ്ങ് തനിക്കാക്കണം. അവനെ കാണുമ്പോ അങ്ങ് ഒലിപ്പ. അപ്പൊ തന്നെ വിളിക്കും, കരുണേട്ടാ എനിക്ക് ഒലിച്ചിട്ട് പാടില്ല, അരുണേട്ടാ ഒന്ന് വരുമോ, അരുണേട്ടാ കണ്ണാ ഉമ്മ. ആർക്കാണ് ഈ തൊട്ടിത്തരം എന്നൊക്കെ ലോകം കണ്ടതാണ്. ഷെവീനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും പറയട്ടെ. ആ മൊണ്ണ പോലത്തെ ചെങ്ങായിന മൊണ്ണ നിന്റെ തന്ത, നിന്റെ കൂടെ നടക്കുന്ന നിന്റെ മകൻ മൊണ്ണ, മന്ദബുദ്ധി, അലവലാതി. ചെറുക്കനിക്ക് ഓട്ടിസോന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറുക്കന്റെ തലയിൽ പോയി കയറിയ മോളല്ലേ നീ. സ്വന്തം മകൻ ആരോഗ്യമുള്ള ബുദ്ധിയുള്ള കൊച്ചു ചെറുക്കനിക്ക് ഓട്ടിസോന്നും പറഞ്ഞിട്ട് ഒരു ചെറുക്കന്റെ തലയിൽ പോയി അവന്റെ കൂടെ കിടന്ന് കളിച്ച് അവന്റെ കൂടെ കിടന്ന് എല്ലാം ചെയ്ത് ആ വീഡിയോയും കയ്യിൽ വെച്ച് ആ പാവപ്പെട്ടവന്റെ 15 ലക്ഷം രൂപ അടിച്ചു മാറ്റിയ അമരാവതിയാണ് എൻ്റെ ചെറുക്കനെ മൊണ്ണയെന്ന് വിളിക്കുന്നത്. എൻ്റെ ചെറുക്കൻ ബുദ്ധിയുള്ളത് കൊണ്ട് നിന്റെ വലയിൽ വീണില്ല. നീ നല്ല റൗണ്ട് അടിച്ചു നോക്കി. അങ്ങനെയൊന്നും ക്രാവി കൊണ്ടുവന്നാൽ വീഴുന്ന എന്നെ അല്ല, അത് സുൽത്താൻ കുടുംബത്തിലെ പയ്യനാ. അടിച്ച് പൊട്ടിച്ച് വിടുന്നില്ല ഞാൻ. കഴിക്കൂന്ന് വിചാരിച്ചിട്ട് എന്റെ കുടുംബജീവിതം നീ തകർക്കാൻ നോക്കണ്ട കേട്ടോ. എടി ബസ് സ്റ്റാൻഡ് കക്കൂസേ, നിനക്ക് ഏത് കുടുംബ? എവിടെടി മായാവി? എടി ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന അമരാവതി ബസ് സ്റ്റാൻഡ് കക്കൂസേ, നീ ഏത് കുടുംബത്തിന്റെ കാര്യോടി പറയണത്? കക്കൂസേ നാത്തിനാടി, അതിനെക്കാട്ടി നല്ല ചെക്കന്മാര് നാട്ടിൽ ഇവിടെ ഉണ്ട്. അതെനിക്കറിയാലോ, അത് നമ്മൾ സമ്മതിച്ചല്ല. നീ നാട് നീളെ നടന്ന് നല്ല ചെറുക്കന്മാരെ കയറി ഊമ്പി കളിച്ചിട്ടാണ് നീ ഇങ്ങനെ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് അറിയാലോ, അത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. അത് നീ സമ്മതിച്ചാ മതി. ഞങ്ങൾക്ക് ഇപ്പൊ സമ്മതിപ്പിക്കേണ്ട കാര്യം നീ സമ്മതിച്ചാ മതി. അപ്പൊ നിന്റെ മാപ്പിള വേണ്ടേ? നീ 10-15 വയസ്സുള്ള ഒരു കൊച്ചിനെ പ്രസവിച്ച മുതുക്കി ഇരുന്നോണ്ട് പറയണ 26 വയസ്സ് ഉള്ള ചെറുക്കനെ കെട്ടണോന്ന്. എന്തരടി നീ സ്വപ്നം കാണുന്ന? 26 വയസ്സുള്ള ചെറുക്കനിക്ക് മുതുക്ക് പൂറിയ വേണോന്ന്. എടി 40 വയസ്സായാലടി മുതുക്കിളവി. നിനക്ക് എന്തടി? എനക്ക് പൊടി ചെറുക്കനെ കാണാമോ എന്തരടി എനക്ക്? അതുകൊണ്ട് നീ എന്ത് കളി കളിച്ചാലും ഞാനും എന്റെ ഭർത്താവും തമ്മിൽ തെറ്റാനും പോണില്ല, നിന്റെ മോനെ ഞാൻ കെട്ടാനും പോണില്ല. എന്റെ മോൻ ഡിപ്രഷൻ അടിച്ചടി. നീ ഫോണ് വിളിച്ചിട്ട് സാമാനം പൊക്കി കാണിച്ചു കൊടുത്തു. ചെറുക്കൻ അന്തം വിട്ടുപോയി. വേറെന്തരാണ് ചെറുക്കൻ പ്രതീക്ഷിച്ചത്? കണ്ടത് മറ്റേ സാമാനം. നിന്റെ സാമാനം കണ്ട് അന്ന് ബോധം കെട്ട് വീണ. അത് ശരിയായിരിക്കും. നീ വീഡിയോ കോളല്ലേ അവനെ വിളിക്കുന്നത്. നീ വീഡിയോ കോൾ വിളിച്ച് നിന്റെ അപ്പം പൊക്കി കാണിച്ചു കൊടുത്ത്. അപ്പം കണ്ടതേ ചെറുക്കൻ എനിക്ക് ഓർമ്മയുള്ളൂ. ചെറുക്കൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ബോധം കെട്ട് വീണതാ. നിന്റെ അപ്പം കണ്ടതോ മരിച്ചു വീണാണ്. അമ്മാതിരി വീഴ്ചയാണ് വീണത്. ഞാൻ ആശുപത്രി കൊണ്ടുപോയിട്ട് ഇപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ. ഇങ്ങനെയും പുഴുത്തിരിക്കൂടി. എടി ഇത് നല്ല ഡെറ്റോളൊക്കെ ഇട്ട് കഴിവ്, നല്ല മെഡിസിനൊക്കെ എങ്ങനെയും പുഴുത്തവിഞ്ഞിരിക്കുന്നില്ലടി. അവിഞ്ഞു പോയ സാമാനം കണ്ട് ചെറുക്കൻ ബോധം കെട്ട് വീണതാ പറയൂന്നുള്ളത്. ആ പറഞ്ഞപ്പോ തള്ളയും മോനും ഷോക്കായി പോയി. പിന്നെ എന്റെ ഭർത്താവിന്റെ മേലേക്ക് കയറലൊടുങ്ങി. ഓള് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എന്തായാലും നിന്നെ കൊണ്ട് ഞാൻ അമ്മായി അമ്മയെന്ന് വിളിപ്പിക്കും, നീ ഉണ്ട വിളിപ്പിക്കടി. എടി എപ്പോഴടി ഞാൻ ഇതൊക്കെ നീ സ്വപ്നം കാണുന്നടി? നീ രാത്രിയാകുമ്പോ സ്വപ്നം കാണുന്നടി ഇതൊക്കെ? എന്നെ അമ്മായി അമ്മയെന്ന് വിളിക്കും. എന്തൊരു പൂതിയാണെന്ന് നോക്കണം മുതുത്തായി കളവിക്ക്. എടി ബസ് സ്റ്റാൻഡ് കക്കൂസേ, എടി പോയി നീ എന്തൊരടി ചിന്തിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പൊടിക്കാ കുട്ടീനെ കണ്ടിട്ട് എന്തൊക്കെയാണ് ചിന്തിക്കണേന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇവിടെ ഒരു മൂദേവി ഉണ്ടായിരുന്നു, ഇത് തന്നെയാണ് ചിന്ത. ചെറുക്കനെ കാണുമ്പോൾ പെണ്ണുങ്ങൾക്ക് അരയ്ക്കുന്നു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ആ ഏരിയയിലെങ്ങും പോവാതിരിക്കുന്നതാണ് നല്ലത്. ആമ്പിള്ളേരെ കണ്ടാൽ ഓടിച്ചിട്ട് പിടിക്കുന്ന യക്ഷികളെ കണ്ടിട്ടുണ്ടോ? അതാ ഇതുങ്ങളാണ്. ഒരു നിവൃത്തിയില്ല. എന്തായാലും ആ ചെറുക്കൻ തലമൂത്ത് വരുമ്പോൾ, എടാ സലീമെ നീ എന്നെ കാണുന്നുണ്ടെങ്കിൽ നിന്റെ മോനെ നീ രക്ഷിക്കാനുള്ള വഴി ആലോചിക്കും. ഇവൾ അവനെയും പിടിച്ചു വെച്ച് മുമ്പും. അതാണ് ഇവളെ ക്യാരക്ടർ. നിന്നെ കൊണ്ട് പറ്റില്ലടി. എന്നെ കൊണ്ട് അമ്മായി അമ്മേന്ന് വിളിപ്പിക്കാൻ പറ്റത്തില്ല കൊച്ചേ. മോളെ നീ വിളിച്ചണ്ടടി. പക്ഷെ നിന്നെ നാട്ടുകാരെ കൊണ്ട് വേശിന്ന് വിളിപ്പിക്കുന്നവരും ഷെബീനായിട്ട്. അതിപ്പോ നേതാവശ്യം വിളിക്കുന്നില്ലേ? നീ കമന്റ് വായിക്കുന്നില്ലേ? നീ കമന്റ് വായിച്ചു നോക്കടി. അത് മുഴുക്ക നിന്നെ വിളിക്കുന്ന ബസ് സ്റ്റാൻഡ് കക്കൂസ് എന്നാണ്. ബസ് സ്റ്റാൻഡ് കക്കൂസ് എന്നാണ് അതിന്റെ അർത്ഥം. എന്താണെന്നറിയാ? ഏത് വരുന്നവനും പോകുന്നവനും ഒക്കെ കയറി തൂറാനുള്ള സ്ഥലമെന്നാണ്. നീ അതിന് മാത്രം കീറി വെച്ചിട്ടുണ്ടല്ലോ വായി. അതിനകത്തേക്ക് ഇങ്ങനെ ക്ലോസറ്റ് അപ്പിയിടാൻ ആളുകൾ വരുന്നത്. അത് ചെയ്താണ് ഇങ്ങറ്റം വരെ കീറിയിരിക്കുന്നത്.
മറ്റിടത്ത് പുഴുത്ത് പഴുത്ത് ഇങ്ങനെ തൂങ്ങി വന്ന് മൂറ്റി കിടക്കുകയാണല്ലോ. അതുകൊണ്ട് നീ ഇപ്പൊ വായി കൊണ്ടാണല്ലോ പ്രയോഗം മുഴുക്കെ. അതിന് നിന്റെ മറ്റേ കാല് നന്നായിട്ട് വന്ന് നീ നേരെ നടന്ന് പഠിച്ചാ പോലും പറ്റത്തില്ല കോച്ചെ. ആ ഉണ്ടാവും നടക്കാൻ വേണ്ടിട്ട് നീ കിടന്ന് സ്കാനർ ഇട്ട് പെഴാപ്പാട് പെടുമ്പോ എനിക്ക് ആ മൊണ്ണനെ എന്റെ തലയെ ഫിറ്റ് ചെയ്യാൻ നോക്കുന്നു. ഓറല്ലേ ഏതാ നിന്റെ ഭർത്താവ് ജയിലല്ലേ? ആണെങ്കിൽ എന്താ അപ്പൊ സമ്മതിച്ചു. 4 കെട്ടിയില്ലേ? ഒരുത്തന്റെ ഒരു ഫോട്ടോ നിനക്ക് ഒരുത്തന്റെ ഒരു ഫോട്ടോ പഴയതായാലും മതി. നിന്റെ വിനീതന്റെ കൂടെ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തു, അതൊക്കെ പോസ്റ്റ് ചെയ്യടി. ഏതായാലും എന്റെ കെട്ടിയവനെയും കൂടെ നീ പോസ്റ്റ് ചെയ്തിട്ട് നിനക്ക് അവന്റെ സുന്നിയും കൂടെ കണ്ടിട്ട് ഊമ്പാനാ? അത് വേണ്ടടി. നീ സ്വപ്നസ്ഖലനം ചെയ്യാൻ വേണ്ടിട്ട് എന്റെ മോന്റെ തന്നെ ധാരാളമല്ലേ. നീ കൊച്ചിനെ കാണുന്നില്ലേ? അത് വെച്ച് ഊമ്പ്. നീ ഇപ്പൊ എന്റെ കെട്ടിയോമാരുടെ ഫോട്ടോ കണ്ടിട്ടൊന്നും ചെയ്യാനില്ലടി. നീ പഴയതായാലും പുതിയതായാലും മരിച്ചുപോയതായാലും ആ ഫോട്ടോസ് കണ്ടിട്ട് നീ അത് വെച്ചിട്ട് അങ്ങോട്ട് ഊമ്പണ്ട. നിനക്ക് അത്ര അരിക്കുന്നെങ്കിൽ, നിനക്ക് അത്രത്തോളം അരിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ നീ വല്ല മുള്ളുമുരുക്കിലും കയറി താരോട്ട് ഇറങ്ങും. ഒരു സമാധാനം, ഒരു അല്പ ആശ്വാസം കിട്ടും. എൻ്റെ കെട്ടിയവൻ്റെ ഫോട്ടോ കണ്ടിട്ട് നീ ഉണ്ടാക്കാൻ നിൽക്കണ്ട. മരിച്ചു ഒരാളുടെ ഫോട്ടോ കണ്ടാൽ എന്ത്, കണ്ടില്ലെങ്കിൽ എന്ത്. നീ ജീവിച്ചിരിക്കണമെന്നും നിന്നെ സംരക്ഷിക്കണമെന്നും നിനക്ക് 1 ലക്ഷത്തിൻ്റെ മേളിലുള്ള ഡയമണ്ട് അയക്കുന്നെന്ന് പറയണം ആ കഥാപാത്രത്തിന് നീ ഒന്ന് കാണിക്ക്. നീ അല്ലേ ഉണ്ടെന്ന് പറയണം. ഞങ്ങളൊക്കെ മരിച്ചു എന്നല്ലേ പറയണം. നീ ഉണ്ടെന്ന് പറയുന്ന ആളിനെ കാണിയില്ലടി. ഇല്ലാത്ത ഒരാളെ കണ്ടെന്തിരിയാണ്. അപ്പോൾ അങ്ങനെ ആ സ്പേസിൽ ഒരാളില്ല. എനിക്ക് എംറ്റിയാണ്, ഞാൻ വീടോയാണ്. പിന്നെ എൻ്റെ കാല് എനിക്ക് കാല് സുഖമില്ലടി, ഞാൻ സഹിച്ച്. എടി പുഴുത്ത് എയ്ഡ്സ് കൊണ്ട് കിടക്കുന്ന നിന്നെക്കാട്ടിയും ഭേദമാണ് ഞാൻ. ഷെബീനയ്ക്ക് ആ അസുഖം ഇല്ലല്ലോ. കണ്ട ആണുങ്ങളുടെ കൂടെയൊക്കെ പോയി കിടന്ന് ബസ് സ്റ്റാൻഡ് ക്ലോസറ്റായ നിനക്കുള്ള ആ ഒരു അസുഖം ഷെഫീനയ്ക്ക് ഇല്ലാത്തടുത്ത് നീ വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ ഷെഫീനയുടെ നേരെ വന്ന പന്നിക്ക് പറഞ്ഞോളെ അറിഞ്ഞ് ഞാൻ പൊട്ടിക്കുന്ന അതിൻ്റെ മോളെ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നേർക്ക് നേരെ വന്ന് നിന്നിട്ട് എൻ്റെ കുട്ടീനെ പറ്റി ഈ വൃത്തിയോട് പറ. അപ്പോഴാണ് നീ ബാക്കി അടിച്ച് വാങ്ങിച്ച് കേൾക്കാൻ പോണത്. എനിക്കറിയാടി കൂടെ ഇരിക്കുന്ന ഈക്കി കുച്ചി കൊണ്ട് ഒരു സാമാനം പറ്റത്തില്ല. നിനക്ക് സംതൃപ്തിയില്ല. നിന്റെ പ്രശ്നം അതാണ്, സെക്ഷൽ ഫ്രസ്ട്രേഷൻ. അതിനാണ് നീ എൻ്റെ ചെറുക്കൻ്റെ പിറകെ നടക്കണം. നിനക്ക് വീട്ടിലിരുന്നില്ലേ നിന്റെ മോൻ്റെ അതേ പരുവം തന്നെ. നീ അവനെ കയറി കളി. ഒരു പരിധി വരെ ആ ചെറുക്കനെ കൊണ്ട് നിന്നെ എന്തെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിന്റെ തന്തയില്ലേ ഉണക്ക കുച്ചി, അവനെ കൊണ്ട് കളിപ്പീര്. നിനക്ക് കളിക്കാൻ ഇഷ്ടം പോലെ ആണുങ്ങൾ ആ നാട്ടിലില്ലേ, നീ അവരെ നോക്ക്. ഷെഫീനയുടെ കൊച്ചിനെ നീ നോക്കണ്ട. മാമീന്ന് വിളിക്കാം, അമ്മായിന്ന് വിളിക്കാം. നല്ല ചാപ്പാനം തന്നെടി. എവിടെ കിടക്കണം അറുവാണിയൊക്കെ അല്ല ഷെഫീനയുടെ ആ മരുമോളാവണം. ആശ എടി. എന്തടി നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ചത്തുപോയാ? എടുക്കാ ചരക്ക് ആർക്കും വേണ്ടാത്ത എവിടെ കിടന്ന പുഴുത്ത അമരാവതിക്ക് ഇനി ചെറുക്കനെ കണ്ടോളാൻ വയ്യ. പിന്നെ ചെറുക്കൻ വരാത്ത ഡിപ്രഷൻ കൊണ്ടാണ്. അതുകൊണ്ടാണ് അടി നീ ഇങ്ങനെ വാ വളർന്നുകൊണ്ടിരുന്നത്. 11 സിപ്പ് ലൈനിൽ പോയപ്പോൾ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ. നല്ല മുരുക്കും കമ്പ് കിട്ടും, വാങ്ങി കുത്തി കെറ്റി ഇറക്കി കളി അപ്പം പുഴുത്തോളെ പൊടി നാറി അതിൻ്റെ മോളെ.